ചാതുർവർണ്ണയ വ്യവസ്ഥയെന്ന അശ്ലീലം ഇന്ത്യ റിപ്പബ്ലിക്കായി ഇത്രയും വർഷമായിട്ടും കേൾക്കേണ്ടി വരുന്നതും അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നതും വലിയ അപകടമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സനാതന ധർമ്മമെന്ന പേരിൽ തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും അവസ്ഥയിലേക്ക് എത്തിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതി വനിതാ ശിശു വികസന വകുപ്പുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ചരിത്രശാസ്ത്ര ശില്പശാല കാഞ്ഞിരങ്ങാട് ഇൻഡോർ പാർക്കിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MV ഗോവിന്ദൻ. ഹിന്ദുത്വ രാജ്യത്തിന്റെ പ്രഖ്യാപനത്തിന് കാത്തിരിക്കേണ്ടതില്ല. ഇത് തന്നെയാണ് ഹിന്ദുത്വ ഇന്ത്യ എന്നാണ് RSS പറയുന്നത്. അതിനാണ് ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ ഭരണവർഗം ബോധപൂർവം ശ്രമിക്കുന്നത്. അതിന് വഴിയൊരുക്കാൻ എല്ലാ ജനാധിപത്യ മതനിരപേക്ഷ നിലപാടുകളെയും തകർത്ത് രാജ്യത്തെ പിന്നോട്ട് നയിക്കുകയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സംസ്ഥാന ശിശുക്ഷേമ സമിതി വനിതാ ശിശു വികസന വകുപ്പുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ചരിത്ര ശാസ്ത്ര ശില്പശാല കാഞ്ഞിരങ്ങാട് ഇൻഡോർ പാർക്കിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, പിന്നെ ഇവിടെ പേരില്ല എന്ന് അവർ തന്നെ പ്രഖ്യാപിക്കുന്ന കമ്മ്യൂണിസ്റ്റ്, ഈ നാലിനെയും ചേർത്താൽ കേരളത്തിലുള്ളതുപോലെ ഇതിൻ്റെ റേഷ്യോ, അനുപാതം ലോകത്ത് ഓരോ രാജ്യത്തും വേറില്ല, ലോകത്ത് ഇവിടെയില്ല. ചാതുർവർണ്ണ വ്യവസ്ഥ എന്ന അശ്ലീലം റിപ്പബ്ലിക്കായിട്ട് ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷവും നമ്മൾ കേൾക്കുന്നു എന്ന് മാത്രമല്ല, അത് ഇന്ത്യൻ ജനതയിൽ നല്ലൊരു സ്വാധീനമുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ അപകടം നമുക്ക് തിരിച്ചറിയാനാകുക. ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ, ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ അടിമതുല്യമായ ജീവിതം, സനാതന ധർമ്മത്തിൻ്റെ പേരിൽ ബ്രാഹ്മണ്യം എന്ന എത്രയോ കാലം നിലനിന്ന സവർണ മേധാവിത്വത്തിൻ്റെ ഒട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും അവസ്ഥയിലേക്ക് ഇന്ത്യയെ തിരിച്ചുകൊണ്ടുപോകണമെന്നാണ് ഈ പറയുന്ന സംഘപരിവാർ വിഭാഗങ്ങൾ ആഗ്രഹിക്കുന്നത്. സംഘാടക സമിതി ചെയർമാൻ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബാലസംഘം സംസ്ഥാന കൺവീനർ M പ്രകാശൻ, സംസ്ഥാന ശിശുക്ഷേമ സമിതി വൈസ് പ്രസിഡന്റ് P സുമേഷ്, ജോയിന്റ് സെക്രട്ടറി മീര ദർശക്, GL അരുൺ ഗോപൽ, K ജയ്പാൽ എന്നിവർ സംസാരിച്ചു. ശില്പശാല ഞായറാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.